ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കറ പുറത്തെടുത്താൽ അത് ഏകദേശം ഇത്രത്തോളം ഉണ്ടാകും. നിങ്ങളെ ഒരു രോഗിയാക്കാൻ ഇത് മതി, ഒരു വലിയ രോഗിയെ. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില. ഗോൾഡിന് 6, വെയിൽസിന് 7, ബീഡിക്ക് 10. ഭയങ്കര വില. പണ്ടാരോ പറഞ്ഞ പോലെ യാത്രകളെന്നും ഉത്തരങ്ങളാണ്. എന്നാൽ ഇത്രയും നാൾ ഞാൻ ചെയ്ത യാത്ര ആകാശങ്ങളെ തേടിയായിരുന്നു. പല നിറങ്ങളിൽ, പല ഭാവങ്ങളിൽ ആകാശത്തിലെ മേഘങ്ങൾ ഞാൻ കണ്ടു. എന്നാൽ ഞാൻ കണ്ട നിറങ്ങളും ഭാവങ്ങളും മറഞ്ഞു നിൽക്കുന്ന ഒരു തീകോളത്തിൻ്റെ വെളിച്ചം മാത്രമായിരുന്നു. ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ ഡിസിഷൻ. ഡാ ശിവ, ആ എന്ത് കോലോടാ അത്? നീ എന്തിവിടെ? ഇന്നെൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നടാ. ഓ, എന്നിട്ട് അവളെന്തിയറാ? ദുരന്തങ്ങൾ ഞാൻ കൂടെ കൊണ്ട് നടക്കാറില്ല. അല്ല, നിന്റെ ദുരന്തം എവിടെ?
ദുരന്തം. പറയടാ. സാധാരണ നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്ന ഒരാളല്ലല്ലടാ. പറയടാ. ഒന്നുമില്ലടാ. അതല്ല, വേറെ എന്തോ ഉണ്ട്. അവളാണോടാ? കുറെ നേരായി എവിടെ പോയി കിടക്കണോ? വാ ശരിയാക്കി തരാട്ടാ. ഇത്ര നേരത്തെ എത്തിയ ഭഗവാനെ. ഈ കൂട്ടുകാരി വീട്ടിലിടിയേ. കണ്ണ് കണ്ടറിയാം കടക്കപ്പായി നീണ്ടു വന്നിരിക്കുന്നു. കണ്ടുപിടിച്ചു കള്ളി. ഇത് അല്ല, വിശക്കണ്ട നിനക്ക്? ഇല്ല. എനിക്ക് വിശക്കണ്ടായിരുന്നു. ഇനി വാ. പൈസ ഉണ്ടാവില്ലേ? നമ്മളോട് ജീവിതകാലം മുഴുവൻ ഞാനല്ലേ നിന്നെ തീറ്റി പോറ്റണ്ടേ? ഒരു 50 രൂപ ഉണ്ടായിരുന്നു നിന്റെ ഒരു. ഇല്ല. തീരുമാനമായി. പറ്റി ഇനിയും കൂടും. കയ്യൊന്ന് കാണിച്ചു. എന്താ 50 രൂപ വേണം? ഇത് നിനക്കുള്ളത്. വാ കയറി. ഹോപ്പെങ്കിൽ ഹോ, എന്തെങ്കിലും ഹോപ്പ് കിട്ടാണ്ടിരിക്കില്ല. ശിവനെ കാത്തോണേ. ഇനി അവിടെ പോയി പറ്റ പിടിക്കണം. പുതിയ പറ്റ ഉണ്ടാക്കണം. ഒരു കഷ്ടപ്പാടും. ഹായിടാ. ഇതിലും തന്നെ തുണി ഉരിഞ്ഞ് റോട്ടിൽ നിർത്തണല്ലോടാ തെണ്ടി. ഒരു നാരങ്ങയുള്ള 2 സാൻഡ്വിച്ച്. എങ്ങനെ? ഇഷ്ടമില്ലല്ലേ? 2 നാരങ്ങയുള്ള 2 സാൻഡ്വിച്ച് 2 സ്ട്രോ ഇട്ടെടുത്താൽ. ഇനി വിളക്കും തോല എടുക്കണോ? കയറിക്കൂടെ? ഇന്നെങ്കിലും വല്ല നടന്നാൽ മതിയായിരുന്നു. നിനക്കൊന്നും ക്ലാസ്സില്ലടാ. നമുക്ക് ഒരുമിച്ചല്ലേ സസ്പെൻഷൻ കിട്ടിയത്? ആഹാ, നിങ്ങക്ക് സസ്പെൻഷൻ കിട്ടിയ? ചിറ്റടാ മോനെ. എന്തിന്റെ പേരിലാണ്? ചായ കുടിക്കാം. എന്തൊക്കെയുണ്ട്? പറഞ്ഞപ്പോഴേക്കും കൊണ്ടുവന്നല്ല. തിന്ന തന്നെ ഉണ്ടോ? ദൈവത്തിനറിയാം. കുടി കുടി. ഇവിടെ ഇരുന്നട്ടാ. രാവിലെ തന്നെ വരും. 8 രൂപയുടെ ചായയും കുടിച്ച് മിനിമിലിറ്റിയും കളിച്ചിരിക്കുക. ഒന്നും വെച്ച് പോടേക്കാ. ചായ അടിച്ചാൽ മതി, എന്നെ അടിക്കണ്ടോട്ടാ. ഈ തങ്കപ്പനല്ലടാ, പൊന്നപ്പനാ. അല്ല, സസ്പെൻഷൻ കിട്ടിയത് എന്തിനാന്ന് പറഞ്ഞില്ല? അതൊന്നുമില്ലടി, വെറുതെ. വെറുതെ വെറുതെ ഒന്നും സസ്പെൻഷൻ കിട്ടില്ലല്ലോ. കാര്യം പറ. പറഞ്ഞിട്ട് പോയാൽ മതി. നിന്നെ പോലൊരു പെണ്ണിനെ കയറി പിടിച്ചാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണോടി. നിനക്കൊന്നും ജീവിച്ചു കൊണ്ടതിന് ഒരു പാടുണ്ടാവില്ലടാ. ഞങ്ങൾ ഒരുമിച്ചുള്ള എല്ലാ നിമിഷങ്ങളും they were treasured memories. അവയെല്ലാം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. Annie, you are my key to happiness. എൻ്റെ സന്തോഷമെല്ലാം നീ മാത്രമേ. ആ ദിവസങ്ങൾ ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ we were meant to be together forever.
എന്നാൽ എല്ലാ സന്തോഷങ്ങളും അവസാനിച്ചത് വളരെ പെട്ടെന്ന്. പ്രണയിച്ച നാൾ മുതൽ ഞങ്ങളൊരിക്കലും വരരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു നാൾ. ഈ നാട്ടുകാർ പറയണത് കേട്ടാ നീ അതുപോലെ പോകാനാ നിന്റെ തീരുമാനെങ്കിൽ നിന്റെ അപ്പൻ ഞാനാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ ജീവിക്കും. ഞാൻ പറയുന്നതിനെ തന്നെ നീ കെട്ടുകയും ചെയ്യും. മനസ്സിലായ? നിർത്ത് ചായ, മതി. അവള് കുട്ടിയല്ലേ. അനി, നമ്മുടെ ജീവിതം തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാ. ഇങ്ങനെ തുറന്നാ നമ്മൾ രണ്ടുപേരും രണ്ടു വഴിക്കാവും. രാത്രി 12 മണിക്ക് ഞാൻ എത്തും. റെഡിയായത് ഞാനുണ്ട് കൂടെ. എന്താ ചായ ഇങ്ങനെ? എന്തൊക്കെയുണ്ടായാലും അവൾ എന്നോട് പറയുന്നതിലടി ആദ്യം. ചായ ഇപ്പോ അവളോട് നമ്മൾ മിണ്ടുന്നത് പോലും അവൾക്ക് ശല്യ. അവൾക്ക് എന്താണ് ഞാൻ വാങ്ങിക്കൊടുക്കാത്തത്? അവൾ പറഞ്ഞതെല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തിട്ടില്ലടി. അവള് നമ്മുടെ മോളാ. അവളങ്ങനെയൊന്നും ചെയ്യില്ല. നാട്ടുകാരെ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ അവളെ തല്ലണ്ടായിരുന്നു. ഞാൻ അവളെ വേദനിപ്പിച്ചോടി. പണ്ട് ടീച്ചർ ചീത്ത പറഞ്ഞ എന്റെ നെഞ്ചത്ത് കിടന്ന് കരയും അവള്. ഇന്ന് നമ്മൾ കരഞ്ഞാൽ പോലും അവള് ശ്രദ്ധിക്കുന്നില്ലല്ലോ. അവളുടെ മിന്നുകെട്ട് എന്റെ സ്വപ്നമാടി. എന്റെ അധ്വാനമല്ല അതിനാ. ഇതൊന്നും അവള് കാണുന്നില്ലല്ലോ ഈശോയെ. ചായനിപ്പോ കിടന്നു തുടങ്ങും. നമുക്ക് നാളെ പോയി അച്ഛനെ ഒന്ന് കാണാം. ഈ കാത്തിരിപ്പ് അവസാനിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പോവാം. രാത്രി 12 മണിക്ക് ഞാൻ എത്തും. റെഡിയായത് ഞാനുണ്ട് കൂടെ. ഞാനുണ്ട് കൂടെ. കാമുകിയുടെ അപ്പൻ്റെ കണ്ണീരാണ്ട് ഒളിച്ചോട്ടം വേണ്ട നോക്കുന്ന ആദ്യത്തെ കാമുക നീയാളാ. നീ എന്തായാലും പോയിട്ട് അങ്ങേരെ അടുത്ത് സംസാരിക്കും. എനിക്കുറപ്പാ അങ്ങേര് സമ്മതിക്കും. ലൈറ്റടാ, ഞാൻ പോട്ടെ. അവിടെ ദുരന്തടക്കം 2ാം ഭാഗം തുടങ്ങിയിട്ടുണ്ടാവും. പോട്ടാ, ഓൾ ഈസ് വെൽ. ഞാൻ പറഞ്ഞൊന്ന് നീ ആലോചിക്ക്. ഇന്നത്തെ മാതാപിതാക്കൾക്ക് പ്രേമെന്ന് വെച്ചാൽ ഒരു എടുത്തിയാട്ടാ. എന്നാ അവർ വിചാരിച്ചതിലും ഒരു പടി കൂടുതൽ നീ ജീവിച്ച് കാണിക്കും. അവർ തന്നെ നിന്റെ കൂടെ വരും. പ്രേമിക്കാൻ കാണിക്കുന്ന ചങ്കുറ്റം അവളുടെ വീട്ടിൽ പോയി പറയാനും കാണിക്കണം. അതാടാ ആണത്തം. എടിയാനി, നീ കടുപ്പത്തിലൊരു ചായ ഇട്. നിന്റെ അപ്പനെ കാണാൻ ഞാൻ വരുന്നുണ്ട്. കേട്ടറി? ചായ കുടിക്കും മോനെ. എത്ര നേരായി നിന്റെ പിന്നാലെ നടക്കണു. ഈ ചായ ഒന്ന് കുടിക്കറാ. എന്റെ പൊന്നു മോനല്ലേ. എനിക്ക് വേണ്ട. അച്ഛനെ എവിടെയാ അമ്മേ? നിന്റെ അച്ഛൻ പൂരം കാണാൻ നടക്കല്ലേ? നമ്മളെയൊക്കെ നോക്കാൻ എവിടെയാ നേരം? ഞാനാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ അറിയുമ്പോഴല്ല, എൻ്റെ കൂടെയുള്ളവരെ അറിയുമ്പോഴാണ്. നമ്മൾ തൃശ്ശൂക്കാര് നടത്തുന്ന വെച്ചാ നടത്തിയിരിക്കും. അതിപ്പോൾ പൂരാച്ചാലും ലൈഫാച്ചാലും
എന്ത് കഷ്ടമാണ്. എനിക്ക് വേണ്ട. തീരുമാനായി പറ്റിയെങ്കിലും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു.